ഡീ ഓ പേടിച്ചു പോയല്ലോ എന്നാട്ടാ. നീ അവളുടെ അടുത്ത് ഇവിടെ പണിയെടുക്കാൻ പറഞ്ഞോ? ആരുടെ അടുത്ത്? ചുമ്മാ പൊട്ടം കളിക്കാൻ നിൽക്കരുത്. നിനക്ക് എല്ലാം മനസ്സിലായെന്ന് എനിക്ക് അറിയാം. പിന്നെ എന്തിനാ വെറുതെ ഈ കിടന്ന് കാണിക്കുന്നേ? ഏട്ടാ കാര്യം എന്താണെന്ന് തെളിച്ച് പറ. നീ അനുവിൻ്റെ അടുത്ത് പോയി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഏട്ടൻ എന്തെന്നാ പറയണേ? എനിക്ക് അവളുടെ അടുത്ത് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാ? ആ അത് തന്നെ എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ള. ആ പാവത്തിൻ്റെ അടുത്ത് പോയി ചുമ്മാ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അതിനാര് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഏട്ടൻ ഈ പറയുന്നേ? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായായിരുന്നോ ഈ ഇടയ്ക്ക് വല്ലോ? ഇന്നലെ രാത്രി ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. നിനക്കപ്പം അറിയാം വഴക്കുണ്ടാക്കിയതൊക്കെ. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇത്ര ഓവർ ഷോ എടുത്തോണ്ടിരുന്നേ? ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ അതിന് മാത്രം ആ മതി മതി മതി, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇനി നീ കൂടുതൽ കിടന്ന് വിവരിക്കണ്ട. ഏട്ടൻ എന്ത് ഇതിന് മാത്രം അറിഞ്ഞൊന്ന് പറഞ്ഞു തരുമോ? നീ ചെയ്യാത്തതോ നീ അറിയാത്തതായിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ചെയ്തത് തന്നെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ നടന്ന വഴക്കിന്റെ കാര്യമാണെങ്കിൽ അത് അവളായിരിക്കും പറഞ്ഞേക്കുന്നത്. അതെനിക്ക് ഇനി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ ഭരിക്കാൻ മാത്രമായിട്ട് നീ വളർന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, അവളിവിടെ നിൽക്കുന്ന കാരണം എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. നിനക്ക് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആഹാ വിളിക്കുന്നുണ്ടല്ലോ കഥാനായകൻ പ്രണവ്. ഹലോ, അവളല്ല അവളുടെ ഭർത്താവ്. എന്ത് എടുത്ത് ഇഷ്ടപ്പെട്ടില്ലേ? താനിതിങ്ങ് കൊണ്ടുവന്നേ. എന്തിയടി നിനക്കും ഞാൻ ഫോൺ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല? ഇനി വല്ല രഹസ്യവും ചോരുന്ന് ഓർത്തിട്ടാണോ? താൻ പറഞ്ഞത് എങ്ങോടെ കയറി പോകുന്ന? സ്വന്തം ഭാര്യയെ പറ്റി പറയുന്നെന്നുള്ള ബോധമെങ്കിലും വേണം. ഓഹോ, നിനക്ക് പറയായിരുന്നു ഞാൻ നിന്റെ ഭർത്താവാന്നും നീ എൻ്റെ ഭാര്യയാന്നും. എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ എന്തോ ചെയ്തു എന്നാ താൻ ഈ പറയുന്നേ? ഞാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി ഇവൻ എങ്ങനെ കൃത്യമായിട്ട് ഇപ്പം നിന്നെ വിളിച്ചത്? ഞാനിവളിപ്പൊന്നും വിളിച്ചു കണ്ടിട്ടില്ലല്ലോ. ഞാൻ പോയപ്പോൾ നിനക്ക് കൂടുതൽ സൗകര്യമായിരുന്നോ? അല്ല പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ മാറി തന്നേക്കാം. നിർത്തടോ, താനിത് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. എവിടെ പറഞ്ഞു പറഞ്ഞു കേറി പോകുന്നേ? നീ എന്തിനാണ് വെറുതെ ഇതിന് മാത്രം ഒച്ച എടുക്കുന്നത്? ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ നേരെ ഏട്ടനൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം ഭാര്യ മറ്റൊരാളായിട്ട് ഇങ്ങനെ കൂട്ടി പറയുന്നതൊക്കെ നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഏട്ടനങ്ങനെയാണല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞേ. ഇപ്പോൾ നീ എന്തിനാ ഇതിന് മാത്രം കരയുന്നേ? ഞാൻ അത്ര ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കണ്ട കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം, അവളിവിടെ നിൽക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ പ്രശ്നമില്ലെന്നല്ല, എനിക്ക് തീരെ പ്രശ്നമല്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം. ഏട്ടാ, നിന്നോട് എന്നാ പറഞ്ഞേ? ഇവിടെ വേറെ ആരുമില്ല. പോകണമെങ്കിൽ ഇപ്പോൾ പൊക്കോളണം. വെറുതെ ആവശ്യമില്ലാണ്ട് ആ കൊച്ചിനെയും കരയിപ്പിക്കാനായിട്ട്. ഏട്ടനൊന്ന് നിൽക്ക്, ഞാൻ പറയുന്ന കേക്കൊന്ന്. ഏട്ടാ, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ആരും കരയിപ്പിച്ചിട്ടുമില്ല. നീ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ കൊച്ച് അമ്മാതിരി കരച്ചിൽ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കരഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. പോണെങ്കിൽ ഇപ്പൊ പോവാട്ടോ. ഏട്ടൻ എന്നെക്കാളും വലുതായോ അവളിപ്പം? ഇല്ലടി, നിന്നേക്കാൾ മുന്നേ ഞാൻ അവളെ കണ്ടു തുടങ്ങിയതാ. നീ കയറി വന്നെന്നും പറഞ്ഞ് ഞാൻ അവളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ല വിഷമമാവും. അതെനിക്കറിയാം. പിന്നെ നിന്റെ താലി കാണാണ്ട് പോയെന്നല്ലേ പറഞ്ഞത്? അതിനി അവൻ്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണോ? ഏട്ടൻ എന്തിനേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏട്ടൻ എന്ത് സന്തോഷം കിട്ടുന്നേ? ഞാൻ ഏട്ടനെ ഇട്ടിട്ട് പോകുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ ഇത്രയൊക്കെ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്കങ്ങനെ തോന്നാണ്ടിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താണെന്നാണോ ചോദിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞുതരാം. നീ പ്രണവിനെ വിളിക്കുന്ന സംസാരിക്കുന്നതൊന്നും ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ. അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാണ്ടിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. മതി ഏട്ടാ, ഏട്ടനതൊക്കെ മനസ്സിലോട്ടുകൊണ്ട് നടന്ന് അതൊക്കെ ചിന്തിച്ച് കൂട്ടിയേക്കുന്ന ഏത് രീതിയിലാണെന്ന് ഇപ്പം ഏട്ടൻ സംസാരിച്ചത് കേട്ടറിയാം. നിന്റെ ഈ കാഴ്ചയിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി നീ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അത് എന്നാന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ പോവാ. എന്തൊക്കെയാണ് എന്നെ പറ്റി ആലോചിച്ച് വെച്ചിരിക്കുന്നത്? ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടൻ ഇങ്ങനെ എന്നെ പറ്റി. ഏട്ടനെന്നെ വേണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥമുള്ള തന്നെ ഇപ്പം ഏട്ടനും.
ഇവൻ ഇവിടെ വന്നിരിക്കുകയാണോ? കിച്ചു കുഞ്ഞാറ്റനെ കണ്ടോടാ? അതാ പൊക്കത്തെങ്ങാനും കാണും. അതവിടെ ഇല്ല, അതല്ല ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചേ. എങ്കിൽ പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. എന്ത്? ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. കിച്ചു നീ എന്തെന്നൊക്കെയാടാ ഈ പറയുന്നേ? എനിക്കൊരു കോള് വരുന്നുണ്ട്, അടുത്ത് ഞാനിപ്പോ വരാം. ഫോൺ വിളിച്ചു നോക്കാം. എന്തൊക്കെയാലും ഫോൺ എടുക്കാണ്ടിരിക്കില്ലല്ലോ. എന്താ പ്രശ്നമുണ്ട്? ഫോൺ എടുക്കുന്നില്ലല്ലോ. കോപ്പി പെണ്ണെന്നെ ഫോൺ എടുക്കാതെ. കിച്ചുവിനോട് ചോദിക്കുക, ഇപ്പം എന്ത് ചെയ്യാനാ? എടാ ഒന്നിങ്ങ് വന്നേന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നീ ഫോൺ വിളിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞു. പക്ഷെ അവളുടെ കാര്യം ചോദിക്കാനാണെങ്കിൽ ഏട്ടത്തി എൻ്റെ അടുത്തോട്ട് വരണ്ട. എനിക്കിനി അവളുടെ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നീ എന്നോട് കിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് പ്രശ്നം ഇതിന് മാത്രം ഉണ്ടായത്? ഏട്ടത്തി അറിഞ്ഞായിരിക്കും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായ പ്രശ്നം. അത് തന്നെയാണ് ഇവിടം വരെ എത്തിച്ചത്. ഓഹോ, അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ അവളായിരുന്നു കാരണം. ആഹാ, ഏട്ടത്തിയും പറഞ്ഞു തുടങ്ങിയാലോ. എനിക്ക് മനസ്സിലാവാത്ത അവള് നിങ്ങളോട് എന്താ ചെയ്തേന്ന്. ഇതിനെ മാത്രം ദേഷ്യം വെച്ചോണ്ട് നടക്കുക. അല്ല, ഞാനിത് ആരോടാ പറയുന്നത്? അവൾ എന്ത് ചീപ്പ് പരിപാടി കളിച്ചാലും ഏട്ടത്തി അവളുടെ കൂടെ നിൽക്കുന്നു. ഞാൻ ആ കാര്യം മറന്നു ഏട്ടത്തി. ഞാൻ എന്തൊക്കെയാലും പൊക്കത്തോട്ട് പോട്ടെ. നീ എന്ന് തൊട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത്? ഏട്ടത്തി, ഞാൻ ഏട്ടത്തിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഒന്നാമത് അവൾ ആ പറഞ്ഞതിലങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ ഏട്ടത്തി അവൾ എന്തൊക്കെ ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുള്ളൂ. ഞാൻ അതാ പറഞ്ഞേ. നീ പറഞ്ഞ ശരിയാ. കുഞ്ഞാറ്റ എന്ത് കാണിച്ചാലും ഞാൻ കൂട്ടി നിൽക്കും. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കാണിക്കുന്ന അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടി നിൽക്കാറില്ല. അവൾ അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല. ഇപ്പം നടന്ന ഈ സംഭവം നീ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചതാ. അതെനിക്ക് ഉറപ്പാ. അവിടെ എന്താ ഉണ്ടായെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നീ കേൾക്കുമോ? ഏട്ടത്തി പ്ലീസ്. എനിക്കറിയായിരുന്നു നീ ഇതേ പറയത്തുള്ളൂ എന്ന്. ഞാനതാ ഒന്ന് എടുത്തു ചോദിച്ചത്. പിന്നെ നീ എന്തെങ്കിലും ഒരു ദിവസം ഈ കാര്യം അറിയുമല്ലോ. അത് ചിലപ്പോൾ നിന്നോട് ആരെങ്കിലും വന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നീയായിട്ട് ചോദിച്ചറിയുന്നതായിരിക്കാം. പക്ഷെ അന്നേരം ഈ കുറ്റബോധം വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കിച്ചു. ഇതെന്തുവാ ഏട്ടാ? ഒന്ന് വരുമോ? എന്തിനാ എന്നെ നോക്കുന്ന? പൊക്കൂടെ? ഏട്ടൻ എന്താട്ടെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ ഏട്ടനൊരു ശല്യമാണെങ്കിൽ ഞാനിനി വരില്ല, ഒരിക്കലും വരില്ല. ഏട്ടനെന്താ പോകുന്നുണ്ടോ? ചിലപ്പോ പോവും. ചേച്ചി എന്താ പറഞ്ഞോണ്ടിരുന്നേ? എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാനത് കിടക്കാൻ പോവാ. നീ മുറി പോയിരുന്നു? ഏട്ടാ. ഇവന് വേറെ പണിയൊന്നുമില്ല, തന്നെ പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ഹലോ, എടാ നക്ഷു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ നീ എടുക്കാഞ്ഞ്? എടാ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ, എന്തേലും ഒന്ന് പറ. മോളെ, ഇനി നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടൂല. എനിക്ക് നിന്നെ ഇനി കാണേ വേണ്ട. പുല്ല്, ഇവനെ എന്തോത്തിനെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നു. ഇവക്ക് പോകുമ്പോ ഫോൺ എടുത്തോണ്ട് പോയിക്കൂടായിരുന്നു മനുഷ്യന്റെ സൗകര്യം കളയാനായിട്ട്. കോപ്പി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും മനുഷ്യന്. ഇവിടെ നിക്കണേക്കാളും നല്ല ഇറങ്ങി പോണതാ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാണോ ഈശ്വര? കിച്ചു നീ പോവാണോ? എവിടെ പോന്നെ? ഞാൻ ഓഫീസിൽ പോവാ. കിച്ചു അവള് എന്റെ പൊന്നേട്ടത്തി, എന്നെ ഒന്ന് വെറുതെ വിട്. ഏട്ടൻ വന്നോ? കണ്ടിട്ടെന്ത് തോന്നുന്നു? എന്തെന്ന്? ഒന്നുമില്ല, നീ പറഞ്ഞോ. ഏട്ട കുഞ്ഞാറ്റ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എവിടെ പോയെന്ന് അറിയാൻ മേല. വീട്ടിലൊക്കെ വിളിച്ചു വെച്ചിട്ട് അവിടെ എങ്ങും ചെന്നിട്ടില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഒന്ന് ഏട്ടൻ പോയി നോക്കുവോ? നീ ഒന്ന് തെളിച്ചു പറ. ഇങ്ങനെ വാലും തുമ്പില്ലാണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ എന്താന്ന് ഓർക്കുന്നേ? എൻ്റെ പൊന്നേട്ട, കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഒന്ന് പോയി അന്വേഷിക്കാൻ നോക്ക്. നീ കഥയൊന്നും പറയണ്ട. അറ്റ്ലീസ്റ്റ് എന്താ ഉണ്ടായെന്നൊന്നും പറ. ഒരു ആവശ്യമില്ലാണ്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലല്ലോ.
ഏട്ടാ അത് പിന്നെ ഇന്നലെ കുഞ്ഞ് അനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അനു ഒന്ന് കിച്ചു വന്നപ്പോൾ എന്താണ്ടൊക്കെ അവൻ്റെ അടുക്കൽ പോയി പറഞ്ഞു. അവനത് കേട്ട മതി കേൾക്കാത്ത മതി അവളുടെ അടുത്ത് നിന്നെന്തോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ പെണ്ണ് ഇറങ്ങിപ്പോയേക്കണേ. എന്നാ ഞാൻ കിച്ചുവിൻ്റെ അടുത്ത് പോയി ചോദിക്കട്ടെ എന്താ പ്രശ്നം എന്ന്. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ച് പോവാം. ഇനിയിപ്പോൾ ആ ചെറിയ പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവനെ തന്നെ പറഞ്ഞു വിട്ടാ പോരെ. ഏട്ടാ നീ ഒന്ന് പിടയ്ക്കാതിരിക്കും, ഞാൻ പോയി ചോദിച്ചേച്ച് വരാം. കിച്ചുവേ, ആ നീയും കുഞ്ഞിയും തമ്മിൽ എന്താണ്ടൊക്കെ പ്രശ്നം ഉണ്ടായി, അവൾ ഇറങ്ങിപ്പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്താടോ പ്രശ്നം, നീ കാര്യം പറ. അപ്പൊ അവളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയിട്ട് അവള് തന്നെ ഇറങ്ങിപ്പോയേക്കുന്ന. അല്ല, അനുവിടെ നിൽക്കുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ല, അവളോട് വേണമെങ്കിൽ ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അവളത് കേട്ട മതി ഇറങ്ങിപ്പോയി. അവളത് പറഞ്ഞപ്പോ എന്താ കാര്യം എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാ. ഞാൻ പോവാടാ. ആ ഏട്ടാ അവൻ എന്നെ പറഞ്ഞേ. അവൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു. പിന്നെ അവളെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ആരും പോകുന്നില്ല. എന്നത് ഏട്ടാ, ഏട്ടൻ്റെ ഉള്ള വെളിവ് കൂടി പോയോ? ആടി, നീ ഇനി അതുകൂടി പറ. ഞാനൊരൊറ്റ കാര്യമേ പറഞ്ഞോളൂ, അവളെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ഇനി ആരും പോവത്തില്ല. ഓ ശരി, നിങ്ങൾക്ക് നോക്കി പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ആരും അവളെ അന്വേഷിച്ച് പോയില്ലാന്ന്. വേണ്ട, പോകണ്ട. നിങ്ങൾ ചേട്ടനും അനിയനും പോകണ്ട, ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് പോകും. നീ ഇവിടെ നിന്ന് എങ്ങും പോകാൻ പോകുന്നില്ല. എങ്ങാനും പോയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടന് എന്താണ് പ്രശ്നം? ഏട്ടന് പോകണ്ടെങ്കിൽ ഏട്ടൻ പോകണ്ട. ഏട്ടൻ പോകാനായിട്ട് ഏട്ടൻ്റെ ആരും അല്ലല്ലോ അത്. അതല്ല ഇപ്പം ഏട്ടൻ ഇവിടെ കയറി ഇരിക്കുന്നേ. നീ അങ്ങനെ വിചാരിച്ചിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നോ. പിന്നെ ഞാൻ പോകാത്തതിന് ആ കാരണം മാത്രമൊന്നും അല്ല ഉള്ളത്. ഇപ്പം അനുവിനോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോയതിൽ അവളെ ചെന്ന് വിളിച്ച് കയറ്റിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓ തേങ്ങ, കേട്ട് കേട്ട് മടുത്ത് ഞാനിത്. നിങ്ങൾ അനിയനും ചേട്ടൻ ഇങ്ങനെ തുടങ്ങിക്കോ. നിങ്ങൾ അനിയനും ചേട്ടനാന്ന് അറിയാനേ ഈ DNA ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കാണിക്കണ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനെങ്ങും പോകുന്നില്ല. എൻ്റെ പൊന്നൊന്നി എൻ്റെ പുറകിൽ നിന്നൊന്ന് പോയി തരുമോ? എടി പെണ്ണെ, നീ ഈ രാത്രിയൊക്കെ എന്നാണ് ഇങ്ങോട്ട് വന്നേക്കണേ? ഞാൻ പറഞ്ഞല്ലേ ഈ അടുത്തൊന്നും നിന്നോട് ഇങ്ങോട്ട് വന്നു പോ. എന്നാടി പറ്റിയേ? അമ്മ എന്നെ കുഞ്ഞാവ കാര്യം പറയ പൊന്നെ. അമ്മ മടുത്തു അമ്മ ജീവിതം, എനിക്ക് പറ്റുന്നില്ല. കരയാണ്ട് കാര്യം പറ കുഞ്ഞാവ. നീ കരയാണ്ടേക്ക്. അമ്മ ഞാൻ എന്താ അമ്മ എന്നോട് ചെയ്തത്? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സ്നേഹിച്ചിട്ടല്ലോ. നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ പിന്നെ അവന് വേണ്ടിയിരുന്ന കരയുന്ന എന്തിനാ കുഞ്ഞാവേ? അമ്മ ഏട്ടാ, ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ജീവന് തുള്ളി സ്നേഹിച്ചു ഞാൻ ഏട്ടനെ. എനിക്ക് മറക്കാൻ പറ്റൂല. ഏട്ടൻ ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒറ്റടിക്കൊന്നും ഇല്ലാതായിരുന്നെങ്കിൽ ഇന്ന് തോന്നിപ്പോയമ്മ. ഏട്ടൻ്റെ കൂടെ ഇനിയും ജീവിക്കണമെന്നുള്ള ഇതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ ഇനി അവൻ്റെ പേരും പറഞ്ഞ് നീ ചാവാൻ നോക്കിയെന്നങ്ങനെ ഞാൻ അറിഞ്ഞ. ആർക്കും തന്നെ വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങളല്ലേ ഇത്ര നാൾ നിന്നെ നോക്കിയത്, ഞങ്ങൾ നോക്കിക്കോളാം ഇനി. എടി പെണ്ണേ, നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കലേ. നീ ഒരു ദിവസമായിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല, അതറിയോ? ആ പാത്രം ആരെ കെട്ടിക്കാൻ എടുത്തോണ്ട് പോയത് അവിടെ വെച്ചേ? അയ്യോ, ചീത്ത പറയാനല്ല പറഞ്ഞു. പാത്രം അവിടെ വെക്കുന്നുണ്ടോ? അതെ, വെച്ച്. പ്ലീസ് ഒന്നും ഉണ്ട്. ഇയാൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? കേൾക്കണോ? കേൾക്കാം. അപ്പൊ കിച്ചു പറഞ്ഞതോ? ഏട്ടാ, അവൻ പറഞ്ഞ അനു പറഞ്ഞ കാര്യമല്ലേ. അവളെ വിശ്വസിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് ലിമിറ്റ് വേണം. ഇപ്പം ഏട്ടൻ തന്നെ വിശ്വസിക്കാണ്ടിരുന്നല്ലോ ഈ കാര്യം പറഞ്ഞപ്പോൾ. അതൊന്ന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ പോരായിരുന്നോ? പിന്നെ വേറൊരു കാര്യം, എനിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഒന്നും കിട്ടാനില്ല. ശരിയാ, കുഞ്ഞാറ്റ ഒച്ച എടുത്തു. അവളൊരു ലിമിറ്റ് കടന്ന് അങ്ങ് വർത്താനം പറഞ്ഞപ്പോൾ ആ കുഞ്ഞാറ്റ ഒച്ച എടുത്തു. അത് ശരിയാ, പറയുന്നതിനൊക്കെ കുറച്ച് മര്യാദ കാണിക്കണ്ടേ? അത് കാണിക്കാത്തപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും. ഏട്ടൻ എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. അവളൊന്ന് പോയി കൂട്ടിയിട്ട് വരുമോ? കുഞ്ഞാറ്റ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഷാരി ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു.
എന്താ? കുഞ്ഞിനൊന്ന് കാണാൻ. എന്തിനാ? ഒന്ന് സംസാരിക്കാനായിരുന്നു. എടാ, നീ തിരിച്ചു വരണില്ല അങ്ങോട്ട്? എന്തിനാ ഏട്ടാ ഞാൻ അങ്ങോട്ട് വന്നിട്ട്? എടാ, അവളവിടെ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. നീയും കൂടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നീ പോയ പിന്നെ ഭയങ്കര മൂഡ് ഓഫാ. നീ ഒന്ന് അങ്ങോട്ട് വാ പ്ലീസ്. ഓ അതായിരുന്നോ? ഏട്ടാ ഞാൻ വരാം, പക്ഷെ ഇപ്പം വരില്ല. ഞാനൊന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പെട്ടെന്ന് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള മൂടും കൂടി പോകത്തുള്ളൂ ഏട്ടാ. ഓടെ എനിക്ക് മനസ്സിലാവും. നീ തിരിച്ച് വരണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിക്ക്. പിന്നെ പാറുനൊന്ന് വിളിച്ചേക്കട്ടോ ഓക്കെ ആവുമ്പോൾ. പിന്നെ അവൻ പറഞ്ഞ ഓർത്തൊന്നും കരഞ്ഞോണ്ടിരിക്കണ്ട കേട്ടോ. എടുത്തോണ്ട് പോണ ഫുഡ് മൊത്തം കഴിച്ചോളണം മര്യാദയ്ക്ക്. ഞാൻ കഴിച്ചോളാം. കഴിച്ചേച്ചാൽ മതി.